നമസ്കാരം, സൂര്യമഠം യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഗണപതി ഭഗവാനെ പ്രീതിപ്പെടുത്താതെ ഒരു കർമ്മവും വിജയിക്കില്ല. ഏത് പൂജയും ആരാധനയും പൂർണ്ണമായും ഫലപ്രാപ്തിയിലെത്താൻ ഗണപതി പ്രീതി അനിവാര്യമാണ്. പ്രപഞ്ചനാഥനും ഓംകാരപ്പൊരുളുമായ പ്രണവസ്വരൂപമാണ് ആദിവിനായകൻ. ആ മഹാപ്രഭുവിനെ വിഘ്നങ്ങളകലാൻ ആദ്യം സ്തുതിക്കണം. ചതുർത്ഥിയിൽ വിഘ്നേശ്വര പ്രീതി വരുത്തുന്നത് വളരെ ഗുണകരമാണ്. ഗണപതി പ്രീതിക്കായി എളുപ്പത്തിൽ സ്വീകരിക്കാവുന്നത് രണ്ടു തരം ഉപാസനയുണ്ട്. ഒന്ന് വിനായകന്റെ ജാതകം വച്ച് പൂജിക്കുക. രണ്ടാമത് ലഘുഗണപതി ഹോമങ്ങൾ നടത്തുക. തമിഴാചാരത്തിൽ ഗണപതിയുടെ ജാതകം വച്ചു വണങ്ങുന്ന സമ്പ്രദായം ഏറെ പ്രചാരത്തിലുണ്ട്. ശ്രീവിനായകന്റെ ജാതകത്തിൽ കേതു ഉച്ചസ്ഥനായതിനാലാണ് ജ്ഞാനം നൽകുന്ന ദൈവമായത്. 2ന്റെയും 5ന്റെയും അധിപനായ വ്യാഴം ഭാഗ്യസ്ഥാനത്ത് ഉച്ചനായി ലഗ്നത്തെ ദൃഷ്ടി ചെയ്യുന്നു. ആദിത്യൻ കർമ്മസ്ഥാനത്ത് വന്നതിനാലും ഗണേശൻ ദൈവങ്ങളുടെ ദൈവമായി വിശേഷിപ്പിക്കപ്പെട്ടു. 5ാം ഭാവത്തെ ബുധചന്ദ്രന്മാർ ദൃഷ്ടി ചെയ്യുന്നതിനാൽ അറിഞ്ഞിട്ടും ഒന്നുമറിയാത്ത എളിമയുള്ള മൂർത്തിയായി ഭഗവാൻ ഭാവിക്കുന്നു. പ്രപഞ്ചത്തിന്റെ ആദിമൂലഭാവവും സർവവിഘ്നഹരനുമായ ഗണേശ ഭഗവാന്റെ രാശിചക്രം വിധിപ്രകാരം വച്ചു പൂജിച്ചാൽ നമ്മുടെ ജനനദോഷങ്ങൾ മാറി ഐശ്വര്യത്തിനു വഴി തെളിയും. ഗണേശ ഭഗവാന്റെ ജാതകം എങ്ങനെ പൂജിക്കണം എന്ന് നോക്കാം. മഞ്ഞൾ പ്രിയനായ ഗണേശ ഭഗവാന്റെ രൂപം മഞ്ഞൾ പൊടി കുഴച്ച് ഉണ്ടാക്കണം. പഴയ തലമുറ ഗണപതിക്കൊരുക്കുമ്പോൾ ചാണകം ഉരുട്ടി പിള്ളയാർ പിടിക്കുന്നതുപോലെ മഞ്ഞൾപ്പൊടിയിൽ ഗണേശനെ ഒരുക്കണം. ഇതിന് ഹരിദ്രാബിംബ ഗണപതി എന്നു പറയും. ഈ ഗണേശബിംബം ഒരു ചെറിയ പീഠത്തിൽ വച്ച് കറുക്കമാല ചാർത്തണം. പഠിക്കുന്ന കുട്ടികൾ പുസ്തകം, പേന ഇവ കൂട്ടി പീഠത്തിൽ വയ്ക്കണം. കച്ചവടക്കാർ കണക്കു പുസ്തകമോ പണപ്പെട്ടിയിൽ നിന്നുള്ള നാണയമോ നോട്ടോ വയ്ക്കണം. 11 രൂപയുടെ നാണയം പീഠത്തിൽ കാണിക്കയായി സമർപ്പിക്കണം. മഞ്ഞനിറമുള്ള കട്ടിയുള്ള ഡ്രായിങ് കടലാസിൽ പച്ച നിറമുള്ള സ്കെച്ച് പെൻ കൊണ്ട് ഗണപതിയുടെ ജാതകം വരയ്ക്കണം. ഈ രാശിചക്രം പീഠത്തിന് പിന്നിൽ ഒരു യന്ത്രം പോലെ സ്ഥാപിക്കണം. പീഠത്തിൽ മുന്നിൽ ഗണപതി ഒരുക്കും 5 തിരിയിട്ട് നിലവിളക്കും തെളിക്കണം. ഇത്തരത്തിൽ തുടർച്ചയായി 11 ദിവസം ഗണപതിയുടെ ഈ കാര്യസിദ്ധി മന്ത്രം ജപിച്ച് പൂജ ചെയ്യണം. മന്ത്രം ഇതാണ്: ഹരി ഓം തിരുവുള്ളമേ, ആദി തിരുവുള്ളമേ, ചെന്താമരയിൽ പിറந்த മരുവേ, ഉവൻ മുഖം എൻ മുഖമാക, ഉവൻ കൺ എൻ കണ്ണാക, ശക്തിയും പിള്ളയാരും മുമ്പേ നടക്കുക സ്വാഹ. ഇതിനു പുറമെ ഈ ഗണേശസ്തുതി ചൊല്ലി നമസ്കരിക്കുകയും വേണം. നമോസ്തു വിദ്യാധര വന്ദ്യധാന്യേ, നമോസ്തു സർവാഗമ സിന്ധു സീംനെ, നമോസ്തു ലോകത്രയ പുണ്യഭൂമ്നെ, നമോസ്തു നിത്യം ഗജവക്രനാംനെ. വിനായക ചതുർത്ഥി അല്ലാത്ത സമയത്ത് ഗണേശജാതക പൂജ ചെയ്യുന്നവർ ചതുർത്ഥി 11ാം ദിനമായി വരുന്ന വിധം ഇതനുഷ്ഠിക്കേണ്ടതാണ്. വിനായകരുടെ ശക്തിയേറിയ ജാതക അലങ്കാരം കാണുന്ന മാത്രയിൽ സകല വിഘ്നങ്ങളും കഷ്ടതകളും ഓടിയകലും. കച്ചവട സ്ഥലത്ത് ഈ പൂജ ചെയ്താൽ സൗഭാഗ്യം വർദ്ധിക്കും. ചതുർത്ഥി കഴിഞ്ഞ് 3ാം ദിവസം ഈ ഹരിദ്രാബിംബ ഗണപതിയെ അടർത്തിയെടുത്ത് അതിൽ ഒരൽപ്പം ധനം സൂക്ഷിക്കുന്നിടത്ത് ഗണപതിക്കു വച്ച കാണിക്ക സഹിതം സൂക്ഷിക്കുക. ബാക്കി വരുന്ന മഞ്ഞൾബിംബം ഒഴുകുന്ന ജലത്തിൽ ഒഴുക്കണം. അതുവരെയുള്ള തടസ്സങ്ങൾ, കഷ്ടങ്ങൾ, ദുരിതങ്ങൾ അതോടൊപ്പം ഭഗവാൻ ഒഴുക്കിൽ അകറ്റിക്കൊണ്ടുപോകുന്നു എന്നതാണ് സങ്കല്പം.